എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അതിൻ്റെ യൂസ് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് സബ് ചെയ്യാതാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു സ്കിൻ ടാക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങളത് തപ്പി നടക്കുന്നുണ്ടാവും അതിലുള്ളവർ കേട്ടോ. ഞാനും അങ്ങനെ ഒരുപാട് തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. എൻ്റെ ശരീരത്തിൽ കുറച്ച് സ്കിൻ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് ബ്യൂട്ടി മോൾ റിമൂവൽ സ്വീപ്പ് സ്പോട്ട് പെൻ എന്നാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു നെയിമും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് വാങ്ങിയിട്ട് കുറച്ചായി, അപ്പം റിമൂവ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു പെന്ന് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ സംഭവം ഇതാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ അറ്റത്ത് എന്താ കൊടുക്കാനുള്ള ആ ഒരു നീഡിൽസാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ ഉള്ളത് അതിൽ തന്നെ ഉള്ള വേറൊരു നീഡിലാണ് കേട്ടോ ഇത്. മറ്റേത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, ടാക്സൊക്കെ, അതൊക്കെ റിമൂവ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. പക്ഷെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, ബാക്ക് വശം കണ്ടില്ല, പൊളിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുണ്ടാവുക ഇതിൻ്റെ ചാർജിങ് കേബിളാണ് കേട്ടോ, ചാർജിങ് കേബിളാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് കേട്ടോ. ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്നിന്ന് കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 കാണിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ 3. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെ കുറച്ചും കൂടെ പവർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ നെക്കി കൊടുത്താൽ മതി. ഇത് ഓഫാക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫാകും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഈ ഒരു നീഡിലാണ് കുടുക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളിതിൻ്റെ അറ്റ ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഫിക്സ് ആയിക്കോളും. പിന്നെ ജസ്റ്റ് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു വൈറ്റ് കളറിൽ കാണിക്കുന്നത് ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരു കട്ട ചാർജേ ഉള്ളൂ. ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 കട്ടയും നല്ല ഫില്ലായിട്ട് നല്ല വൈറ്റ് കളറിൽ കാണിക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആ ഒരു വർക്കിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് നല്ല ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു ബട്ടനാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് നെക്കി വിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നെക്കി പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന ആ ഒരു പെയിനാണ് കേട്ടോ ഉണ്ടാവുക. ചിലവർക്ക് ചിലപ്പോൾ നല്ല പെയിന് പോലെ തോന്നും, പക്ഷേങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഇറുക്കി പിടിക്കുന്ന ഒരു സംഭവമല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ പിടിക്കുക ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ അതിൻ്റെ അറ്റ ഭാഗത്ത് സ്കിന്നിനോട് ചേർത്ത് ചെയ്യേണ്ട, അതിൻ്റെ അറ്റ ഭാഗത്ത് എന്താക്കുക, അറ്റെന്ന് പറഞ്ഞാൽ ഇതിപ്പം ടാക്സ് ആണെങ്കിൽ ഈ അറ്റം അതിൻ്റെ ടാക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു വേര് ഭാഗം ഉണ്ടാവില്ലേ, അടിഭാഗം, ഈ ഒരു അടിഭാഗത്താണ് കേട്ടോ അത് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്പാർക്ക് വരും അവിടെ, ഒരു സ്പാർക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു പുകയൊക്കെ ഇങ്ങനെ അതിന്ന് പാറും കേട്ടോ. അതൊക്കെ ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറ്റ് പോരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുനിന്ന് ബ്ലഡ് കുറച്ച് വരും. ചിലത് വരില്ല, ചിലത് വരുന്നുണ്ട്. അപ്പം
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഒരു തുണി കയ്യിൽ കരുതുക കേട്ടോ, തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് കരുതുക. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വേറെയുള്ള സ്ഥലത്തൊന്നും ആവണ്ട വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അത് വൈപ്പ് ചെയ്ത് തുടച്ച് കളയാം. എന്നിട്ടൊരു നമ്മുടെ ബ്ലഡ് കുറച്ചൊന്ന് നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി, ബ്ലഡ് കുറച്ച് നിന്നോളും. ഇനി അങ്ങനെ ഒരുപാട് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വൈപ്പ് ചെയ്ത് കുറച്ചേരം ഉണ്ടാവുള്ളൂ, അത് പോകുന്ന നമ്മുടെ സ്കിന്നിൽ നിന്നൊരു സംഭവം പോവല്ലേ, അപ്പം അതുകൊണ്ടുള്ള ബ്ലഡാണ്, ചിലതുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് കാണുന്നില്ലേ, ഇതാണ് കേട്ടോ ആ ഒരു പ്രൊഡക്റ്റ്. എനിക്ക് എന്തായാലും ഇത് നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട്. എൻ്റെ സ്കിൻ ടാക്സ് ഒക്കെ ഞാൻ ഇതുകൊണ്ടാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. ഒരുവിധം പെട്ട ടാക്സൊക്കെ ഇതുകൊണ്ട് ഈ ഒരു നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ചെറുതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു നീഡിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കുക. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 800 സംതിങ് എന്തായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ നോക്കുന്ന സമയത്ത് അതുണ്ട്, പിന്നെ പല റേറ്റിൻ്റെ ഉണ്ട്, 1000 ചില്ലാനം ആ ഒരു റേറ്റും കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പേരും സെർച്ച് ചെയ്തിട്ട് ഒന്ന് വാങ്ങിക്കുക കേട്ടോ, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുള്ള് അതിൻ്റെ അറ്റ ഭാഗം വരെ മുറിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു പാട് പോലെ കാണുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, നമ്മുടെ സ്കിന്നിൽ നിന്ന് പോവല്ലേ, പിന്നീട് അത് മങ്ങി ഫേഡായി പോകുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ആ ഒരു പാടുണ്ടല്ലോ, അത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ക്രീമോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിച്ച് പുരട്ടിയാൽ മതി കേട്ടോ, പോവാൻ വേണ്ടിയിട്ട്. ഞാനതൊന്നും പുരട്ടിയിട്ടില്ല, എനിക്ക് പിന്നെ കാണുന്ന ഭാഗത്തൊന്നുമല്ലായിരുന്നു അതുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്രീമൊന്നും തേച്ചിട്ടില്ല, പിന്നെ അത് ഫേഡായി പോയതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് അത് പർച്ചേസ് ചെയ്യുക. അതുപോലെ ലിങ്കിൽ കയറാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ആ ഒരു പേരും ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ നിങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.